പണത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അത് പണത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും കുറിച്ചാണ്. അതെ, മോർഗൻ ഹൗസിലിന്റെ ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സമ്പത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ചില ആശയങ്ങൾ നമുക്കിതിൽ നിന്ന് നോക്കാം. ഈ പുസ്തകം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് വളരെ ബുദ്ധിയുള്ള, കഴിവുള്ള ആളുകൾ പോലും പണത്തിന്റെ കാര്യത്തിൽ വിചിത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഇതിന്റെ ഉത്തരം കണ്ടെത്താനായി നമുക്ക് പ്രധാനപ്പെട്ട ചില പാഠങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം, ഓരോരുത്തരും കളിക്കുന്ന സാമ്പത്തിക ഗെയിം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നോക്കും. പിന്നെ ഭാഗ്യം പോലുള്ള ചില അദൃശ്യ ശക്തികളെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം മതി എന്ന ചിന്തയുടെ പ്രാധാന്യം, പണമുണ്ടാക്കാനും സൂക്ഷിക്കാനുമുള്ള കഴിവുകൾ തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ അവസാനം ഇതിന്റെ എല്ലാം യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നും നമ്മൾ കണ്ടെത്തും. നമുക്ക് തുടങ്ങിയാലോ? ശരി, നമ്മുടെ ആദ്യത്തെ പാഠം. ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പണത്തിന്റെ കാര്യത്തിൽ ആരും ക്രേസിയല്ല. ഓരോരുത്തരുടെയും വിചിത്രമെന്ന് തോന്നുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ അവരവരുടേതായ ഒരു കഥയുണ്ടാകും. ഈ രണ്ടു തരം ആളുകളെ ഒന്ന് നോക്കൂ. ഒരാള് ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതുകൊണ്ട് കിട്ടുന്ന ഓരോ രൂപയും സൂക്ഷിച്ചു വെക്കുന്നു. കാരണം നാളെയെല്ലാം നഷ്ടപ്പെട്ടാലോ എന്നൊരു പേടി എപ്പോഴും ഉള്ളിലുണ്ട്. മറ്റൊരാള് ജീവിതം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന പണം മുഴുവൻ യാത്ര ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കുന്നു. ഇതിൽ ആരാണ് ശരി, ആരാണ് തെറ്റ്? സത്യം പറഞ്ഞാൽ രണ്ടുപേരും അവരവരുടെ ലോകത്ത് ശരിയാണ്. കാരണം അവരുടെ അനുഭവങ്ങളാണ് അവരെക്കൊണ്ട് ആ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാചകം ഇത്ര പ്രസക്തമാകുന്നത്. നിങ്ങളുടെ സുഹൃത്ത് ചെയ്യുന്നതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ കണ്ണട വെച്ച് നിങ്ങൾ വഴി നടക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ്. ഒന്നും വ്യക്തമായി കാണാൻ പറ്റില്ല. കാരണം വളരെ സിമ്പിളാണ്. നിങ്ങൾ കളിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കളിയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളും പേടികളും നിങ്ങളുടെ ടൈം ലൈനും എല്ലാം വ്യത്യസ്തമാണ്. ഇനി നമുക്ക് അത്ര പെട്ടെന്ന് കാണാൻ പറ്റാത്ത ചില ശക്തികളെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഭാഗ്യവും റിസ്ക്കും. ഇവ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം മാത്രമല്ല, ഇവയ്ക്കും ഒരു വലിയ പങ്കുണ്ട്. ബിൽ ഗേറ്റ്സിന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനവും കഴിവും മാത്രമല്ല, വലിയൊരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, 1960കളിൽ ലോകത്ത് വിരലിലെണ്ണാവുന്ന സ്കൂളുകളിൽ മാത്രം കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നപ്പോൾ അതിലൊന്ന് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കിട്ടി. അതൊരു ലോട്ടറി അടിച്ചതുപോലെയായിരുന്നു, അല്ലേ? പക്ഷേ ഭാഗ്യത്തിന്റെ കഥയ്ക്ക് എപ്പോഴും ഒരു മറുപുറമുണ്ടാകും. അതാണ് റിസ്ക്. ഗേറ്റ്സിന്റെ കൂടെ പഠിച്ച അദ്ദേഹത്തെപ്പോലെ തന്നെ ബ്രില്യന്റ് ആയിരുന്ന കെന്റ് ഇവാൻസ് എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. പക്ഷെ ആ കഴിവുകൾ ലോകം കാണുന്നതിന് മുമ്പ് ഒരു സ്കീയിങ് അപകടത്തിൽ അദ്ദേഹം മരിച്ചു. അതാണ് റിസ്ക്. അതാർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് വളരെ ലളിതമായൊരു കാര്യമാണ്. നമ്മൾ വിജയിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കാനുള്ള ഒരു എളിമ വേണം. അതുപോലെ മറ്റൊരാൾ പരാജയപ്പെടുമ്പോൾ അവനൊരു ചീത്ത സമയമായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സഹാനുഭൂതിയും. കാരണം ഭാഗ്യവും നിർഭാഗ്യവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകും. അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മതി എന്നൊരു വാക്കുണ്ടല്ലോ, ആ ഒരു മാനസികാവസ്ഥ. സാമ്പത്തിക ലോകത്തെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് ഈ മതി എവിടെയാണെന്ന് അറിയാത്തതാണ്. എത്ര കിട്ടിയാലും തൃപ്തിയാവാത്ത ഒരവസ്ഥയുണ്ടല്ലോ. എപ്പോഴും അടുത്ത ലെവലിലേക്ക് പോകണം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ നേടണം എന്നൊരു ചിന്ത. ഇതാണ് ഏറ്റവും വലിയ ട്രാപ്പ്. കാരണം ഈ ഓട്ടത്തിന് ഒരു ഫിനിഷിംഗ് ലൈനില്ല. ഈ മതി എവിടെയാണെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത റിസ്കുകൾ എടുക്കും, അവസാനം കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും സമ്പത്ത് എന്ന് പറയുമ്പോൾ എന്താണ് കാണുന്നത്? വലിയ കാറുകൾ, വില കൂടിയ വാച്ചുകൾ, ഇൻസ്റ്റഗ്രാമിലെ വെക്കേഷൻ ഫോട്ടോകൾ, അല്ലേ? പക്ഷെ അതൊക്കെ പണം ചെലവാക്കി എന്നതിന്റെ തെളിവ് മാത്രമാണ്. യഥാർത്ഥ സമ്പത്ത് ആരും കാണാത്തൊന്നാണ്. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ സേവിങ്സ് ആണ്, നിങ്ങളുടെ മനസ്സമാധാനമാണ്, ഇഷ്ടമില്ലാത്തൊരു കാര്യത്തോട് നോ പറയാൻ നിങ്ങൾക്കുള്ള കപ്പാസിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് യഥാർത്ഥ ആത്മവിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടി വരില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനല്ല നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും വലിയ ലക്ഷറി എന്നത് ആരുടെ മുന്നിലും ഒന്നും പ്രൂവ് ചെയ്യേണ്ടതില്ല എന്ന തോന്നലാണ്. ഇനി അടുത്ത പോയിന്റ്: പണമുണ്ടാക്കുക, പണം സൂക്ഷിക്കുക. ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത സ്കില്ലുകളാണ്. ഒന്നിൽ നിങ്ങൾ മിടുക്കനായതുകൊണ്ട് മറ്റേതിലും മിടുക്കനാവണമെന്നില്ല. ഇത് പലരും മറന്നുപോകുന്നൊരു കാര്യമാണ്.
ഇതൊരു മല കയറുന്നത് പോലെയാണ്. പണമുണ്ടാക്കുന്നത് ആ മല കയറുന്നതിന്റെ ആവേശമാണ്. അതിന് റിസ്ക് എടുക്കണം, നല്ല ആത്മവിശ്വാസം വേണം. പക്ഷെ പണം സൂക്ഷിക്കുന്നത് ആ മലയുടെ മുകളിലൊരു ടെന്റ് കെട്ടി കൊടുങ്കാറ്റിലും മഴയത്തും അത് പറന്നു പോകാതെ നോക്കുന്നത് പോലെയാണ്. അതിനു വേണ്ടത് ആവേശമല്ല, മറിച്ച് ക്ഷമയും എളിമയും കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും കുഴപ്പത്തിലാവാമെന്നൊരു മുൻകരുതലുമാണ്. അപ്പോൾ എന്താണ് പോയിന്റ്? ഒറ്റയടിക്ക് ഒരുപാട് പണമുണ്ടാക്കുക എന്നതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. മറിച്ച് എത്ര കാലം ഈ കളിയിൽ ഔട്ടാവാതെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നതായിരിക്കണം. കാരണം നിങ്ങൾ കളിയിലുള്ളിടത്തോളം കാലം നിങ്ങളുടെ പണം വളർന്നുകൊണ്ടിരിക്കും. സർവൈവലാണ് ഏറ്റവും പ്രധാനം. ശരി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ ഇതിന്റെ എല്ലാം അവസാനം എന്താണ്? നമ്മൾ പണത്തിന് പിന്നാലെ ഓടുമ്പോൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ഓടുന്നത്? അതാണ് നമ്മുടെ അവസാനത്തെ പാഠം: സ്വാതന്ത്ര്യം. അതെ, നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നത് കൂടുതൽ പണമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന് മുകളിലുള്ള കൂടുതൽ കൺട്രോളാണ്. നമ്മുടെ സമയത്തിന് മുകളിലുള്ള നിയന്ത്രണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരുടെ കൂടെ സമയം ചെലവഴിക്കണം എന്ന് സ്വയം തീരുമാനിക്കാനുള്ള ഒരു അധികാരം. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ സമയം പണത്തിനായി വിൽക്കുകയാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ സേവ് ചെയ്യുന്ന ഓരോ രൂപയും യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അത് നിങ്ങളുടെ ഭാവിയുടെ സമയത്തെ നിങ്ങൾക്കായി തിരികെ വാങ്ങുകയാണ്. നാളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി. ഇന്നത്തെ പണം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം വാങ്ങുന്നു. അപ്പൊ എന്താണ് യഥാർത്ഥ ഫിനാൻഷ്യൽ ഫ്രീഡം? ജോലി രാജിവെച്ച് വീട്ടിലിരിക്കാനുള്ള കഴിവല്ല അത്. മറിച്ച് എനിക്ക് വേണമെങ്കിൽ ഇപ്പോ ഈ ജോലി രാജിവെക്കാം എന്നൊരു ഓപ്ഷൻ കയ്യിലുണ്ടാവുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ ഒരു ചോയ്സ്, ആ ഒരു പവർ, അതിനെ നിങ്ങൾക്കൊരിക്കലും ഇൻസ്റ്റഗ്രാമിൽ ഫ്ലെക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥ സമ്പത്ത് എന്താണ്? അത് ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടമില്ലാത്ത ഒരു ഡീലിനോട് ധൈര്യമായി വേണ്ട എന്ന് പറയാൻ കഴിയുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ചിലവഴിക്കാൻ ആവശ്യത്തിന് സമയം കയ്യിലുണ്ടാവുന്നതാണ്. ചുരുക്കത്തിൽ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഈ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. യഥാർത്ഥ സമ്പത്ത് എന്നത് ഒരുപാട് പണം കുന്നുകൂട്ടുന്നതല്ല, മറിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായത് കയ്യിലുണ്ടാവുക എന്നതാണ്. ഈ ഒരു കാഴ്ചപ്പാടോടെ പണത്തെ നോക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ പല ടെൻഷനുകളും കുറഞ്ഞേക്കാം.